ആദ്യം നവ്യ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ക്രാഫ്റ്റ് വർക്കാണ്. കൂടെ എൻ്റെ കുറേ നൊസ്റ്റാൾജിക് സ്റ്റോറീസൊക്കെ മോളോട് ഷെയർ ചെയ്തുകൊണ്ട് മോളെ ഒന്ന് എൻഗേജ് ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയ പരിപാടിയാണ്. നാട്ടിൽ നിന്ന് അമ്മ വന്നപ്പോൾ കൊണ്ടു തന്ന കുറേ പേപ്പേഴ്സാണിത്. ഞാൻ ഒരു 4ാം ക്ലാസ്സിന് മുന്നേ തന്നെ 1-2 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അത് അമ്മയുടെ അടുത്തു നിന്നാണ് പഠിച്ചത്. അന്നൊന്നും ഒരുപാട് പേപ്പേഴ്സിൻ്റെ പേരൊന്നും അറിയില്ല, അമ്മയ്ക്കും അറിയണ്ടായിരുന്നില്ല. ഓയിൽ പേപ്പർ, അതുപോലെ ചാർട്ട് പേപ്പറൊക്കെ വെച്ച്, കളറുള്ള ചാർട്ട് പേപ്പറൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം അങ്ങനെ 4ാം ക്ലാസ്സിൽ ചെറിയൊരു ഇൻറ്റേർണൽ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ചെയ്യിപ്പിച്ചപ്പോൾ ഞാൻ ചെയ്യുന്ന ഫ്ലവർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു അടിപൊളി ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, സ്മിത എന്ന് പറഞ്ഞിട്ട്. ആ ടീച്ചറായിരുന്നു എന്നെ ബാക്കി കുറേ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ എന്നും ഒരു ലഞ്ച് ബ്രേക്കിന് പഠിപ്പിക്കുമായിരുന്നു. ഞങ്ങൾ 3 പേരെ സെലക്ട് ചെയ്തിട്ട് 3 പേരെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളുടെ പേരുകൾ പഠിച്ചു, പല പേപ്പേഴ്സിൻ്റെ പല ഐറ്റംസിൻ്റെ ഒക്കെ പേരുകൾ പഠിച്ചു കേട്ടോ. അങ്ങനെ ഒരു 10-ലധികം വെറൈറ്റീസ് തന്നെ ചെയ്യാൻ പഠിപ്പിച്ചു. അങ്ങനെ നമ്മൾ 5ാം ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു കോമ്പറ്റീഷന് പോയി എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പർ ക്രാഫ്റ്റിന് കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് ആ ഒരു തണ്ട് നൂൽക്കമ്പി ഉപയോഗിക്കുന്നത് ഒഴിച്ച് ബാക്കിയെല്ലാം തന്നെ പേപ്പർ കൊണ്ടുള്ള പരിപാടികളായിരുന്നു കേട്ടോ. അങ്ങനെ ഭയങ്കര രസകരമായിരുന്നൊരു സമയമായിരുന്നു. അതെനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചു. ആ സ്കൂളിൽ തന്നെ എല്ലാ ലഞ്ച് ബ്രേക്കിനും ഇത് പഠിക്കാൻ താല്പര്യമില്ല എല്ലാവരോടും ഈ പേപ്പറും ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞ് ലഞ്ച് ബ്രേക്കിന് ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര മിസ് ചെയ്യുന്ന ഒരു ടൈമാണ്. ആ ഒരു 5 UP സെക്ഷൻ കംപ്ലീറ്റ് 5, 6, 7 ക്ലാസ്സുകൾ. പിന്നെ 8ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഇതെല്ലാം കംപ്ലീറ്റ്ലി നിർത്തി. ജസ്റ്റ് ഇതുപോലെ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രം പേപ്പർ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്ന പോലെ ആയിട്ടുണ്ട് കേട്ടോ. എനിവേ ഞാൻ ഇന്നിവിടെ മോളെ പിടിച്ചിരുത്താൻ വേണ്ടി ചെയ്യുന്നത്, ഇതിപ്പോൾ അമ്മ കൊണ്ടുവന്ന പേപ്പറല്ല, നമ്മൾ ടിഷ്യൂ ഇവിടെ ഉണ്ടായിരുന്ന ഒരു നാപ്കിനാണ്. ബാക്കി എല്ലാ ആക്സസറീസും അമ്മയോട് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറഞ്ഞ് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള നൂൽക്കമ്പി, അതുപോലെ പേപ്പർ നനയാത്ത തരത്തിലുള്ള ഗ്ലൂ, ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ് ഏറ്റവും ബെറ്റർ. എനിക്ക് കൂടുതൽ വേറെ വെറൈറ്റീസ് ഒന്നും അറിയില്ല, ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മുതൽ അതായിരുന്നു ചെയ്യുന്നത്. പിന്നെ ഇതാ ഇതുപോലെ പൂവിൻ്റെ അടിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു 4 ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഇത് മുറിച്ചെടുത്തിട്ട് അടിയിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഫ്ലവർ ഉണ്ടാക്കിയതാണെങ്കിലും ടിഷ്യൂ പേപ്പർ നമ്മൾ 2ആയിട്ട് മടക്കുക, അതായത് 4ആയിട്ട് മടങ്ങിയിരിക്കുന്ന ടിഷ്യൂ പേപ്പറിന് ഒന്നുകൂടെ മടക്കുക, എഗെയിൻ മടക്കുക, ദെൻ ആർച്ച് പോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് വളരെ അടുപ്പിച്ച് കത്രിക കൊണ്ട് ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കുകയാണ് ചെയ്തത്. കട്ടിങ് മുറിഞ്ഞു പോകാതെയും നോക്കണം. പിന്നെ നമുക്ക് തണ്ടിൽ ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്രേപ്പ് പേപ്പർ വളരെ കനം കുറച്ച് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് ആ എൻഡിൽ 2 എൻഡിലും മാത്രം ഗ്ലൂ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ക്രേപ്പ് പേപ്പർ കംപ്ലീറ്റ് ഗ്ലൂ തേക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ അറ്റത്തൊന്ന് ഗ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ടാക്കി ഫ്ലവർ വേസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ ഈ വൈറ്റ് ടിഷ്യൂ പേപ്പർ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഈ വൈറ്റ് നാപ്കിൻ ടിഷ്യൂവിന് പകരം നമുക്ക് എല്ലാ കളേഴ്സും കിട്ടും. ഇത് കൂടുതലും കിട്ടുന്നത് ലൈറ്റ് ഷെയ്ഡ്സിലുള്ള കളേഴ്സിലാണ്, പെയിൽ യെല്ലോ, പിങ്ക്, ബ്ലൂ, ഗ്രീൻ, അങ്ങനെയൊക്കെ. ഡാർക്ക് കളേഴ്സ് എനിക്ക് കൂടുതൽ അറിയില്ല, എല്ലാം ലൈറ്റ് കളേഴ്സാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പല കളേഴ്സിൽ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇത് ഞാനൊരു ബഡ് ചെയ്തതാണ്. പിന്നെ നമ്മൾ അതിൻ്റെയും തണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ലീഫും പക്ഷേ ഒരു അബദ്ധം പറ്റിയതെന്ന് വെച്ചാൽ ഈ ക്രേപ്പ് പേപ്പർ ഞാൻ ഉദ്ദേശിച്ച ഒരു ഗ്രീൻ അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മ 2-3 കടകളിൽ അന്വേഷിച്ചിട്ട് പാവാമ്മയ്ക്ക് അത് കിട്ടിയില്ല. അപ്പോൾ കിട്ടിയ ഗ്രീനാണ് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ആ ഗ്രീൻ അത്ര ആപ്റ്റായിരുന്നില്ല ഇലയ്ക്കൊന്നും. എന്നാലും ഉള്ള ഗ്രീൻ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ്. ശരിക്കും ഈ ഒരു ഗ്രീൻ അല്ല, ഒരു ചെറുപയർ പച്ച കളറിലുള്ള ഗ്രീനാണ് ഞാൻ അന്നൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനും ഒരു തണ്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലോങ് പേപ്പർ വിടർത്താതെ തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ ചെയ്തെടുത്താൽ ഇതുപോലെ എല്ലാത്തിനും നമുക്ക് ആ ഒരു റണ്ണിങ് മീറ്ററിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാം. മറ്റെന്ന് പറഞ്ഞാൽ പേപ്പർ ഫുള്ളി വിടർത്തി അത് മാനേജ് ചെയ്യാൻ പാടായിരിക്കും, പിന്നെ വേസ്റ്റേജ് കൂടും. ഇതാകുമ്പോൾ ഭയങ്കര നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം. അടുത്തൊരു ഫ്ലവറും കൂടെ ഉണ്ടാക്കുകയാണ്. വീണ്ടും ഒന്നുകൂടെ കാണിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നത്. 4ആയിട്ട് വരുന്ന രീതിയിൽ 4 പീസസായിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഓരോന്നും വളരെ കെയർഫുള്ളി നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. കാരണം ഇത് വളരെ കനം കുറഞ്ഞ നാപ്കിൻസാണ്. അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഊരി എടുക്കാം. അപ്പോൾ ഒരുപാട് ടൈപ്പ് പേപ്പേഴ്സ്, അതുപോലെ ഈ നാപ്കിൻ
പേപ്പറാണെങ്കിലും പല കളേഴ്സിലുള്ളതും അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ഇങ്ങനെ ഓരോന്ന് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരുപാട് ടൈമൊന്നും ഇതിനു വേണ്ടി കളയാനായിട്ട് പറ്റില്ല. കുറച്ച് നേരമൊക്കെ മോള് ഇതിൻ്റെ കൂടെ ഇരിക്കുകയുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇഷ്ടമാണ് കേട്ടോ അവൾക്കും. പക്ഷേ ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ തോന്നുന്നത്. പിന്നെ മോൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അവളും അത് ഇതിനൊപ്പം വളർത്തിയെടുക്കാനും ഒരു സാഹചര്യം കിട്ടുമല്ലോ. അപ്പോൾ അതോടെ ഓർത്തിട്ടാണ് നമ്മളിങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ കൂടെ ഇരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഫ്ലവർ ഇങ്ങനെ ചെയ്ത് വീട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ ഞാനിതൊരു ഫ്ലവർ വേസ്